ലബനനിലെ ഗ്രാമങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി ഇസ്രായേൽ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിൽ പ്രതിസന്ധി പുകയുന്നതിനിടയിലാണ് ലബനനിൽ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഗോലാൻ കുന്നുകളിലെ 12 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണത്തിന് ശേഷം ആദ്യമായാണ് ഇസ്രായേലിന്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. ഗസയിലെ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനയാണിത്. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായതോടുകൂടിയാണ് ഗസ യുദ്ധം ലബനനിലേക്ക് കൂടി വ്യാപിക്കുന്നത്. ലബനൻ അതിർത്തിയിൽ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന 2 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദക്ഷിണ ലബനനിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള പ്രവർത്തകരെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിച്ചതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ശനിയാഴ്ച ഗോലാൻ കുന്നുകളിലെ മജൽ ഷംസ് ഗ്രാമത്തിൽ കുട്ടികളുടെ ഫുട്ബോൾ മൈതാനത്തുണ്ടായിരുന്ന റോക്കറ്റ് ആക്രമണത്തിലാണ് 12 കുട്ടികൾ മരിച്ചത്. ഇസ്രായേലിന്റെ അധീനതയിലാണ് ഗോലാൻ കുന്ന് പ്രദേശം. ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇരു കൂട്ടരും തമ്മിൽ ലബനൻ അതിർത്തിയിൽ മാസങ്ങളായി സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് ശനിയാഴ്ചയിലെ മിസൈൽ ആക്രമണവും തുടർന്നുള്ള പ്രത്യാക്രമണവും. അതേസമയം ഹിസ്ബുള്ള ഈ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നാണ് ഹിസ്ബുള്ളയുടെ വാദം. ഇറാനുമായി അടുപ്പമുള്ള ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു.